മലയാളി മക്കളെ, ഇന്ന് വന്നിട്ട് രാവിലെ ആഭരണങ്ങളൊക്കെ തിരയാണ്, കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം ആഭരണങ്ങൾ തന്നെ മഞ്ചരി എടുത്ത് മാറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ആഭരണങ്ങളും മാറ്റുന്നുണ്ട് കേട്ടോ. പക്ഷെ അവരുടെ ആഭരണങ്ങൾ ആരാണ് മാറ്റിയെന്ന് അവർ പോലും അറിഞ്ഞില്ല. ടാസ്ക് ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ സൗന്ദര്യം പറയേണ്ട ടാസ്ക് ഓൺ ആവാതെ ഇതൊന്നും ചെയ്ത് ടാസ്ക് ഓണാക്കി കഴിഞ്ഞാണെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ജാക്ലിൻ അടുത്തേന്ന് പറഞ്ഞ് ജാക്ലിൻ കൊണ്ടുവന്ന് ഈ സ്വർണ്ണമെല്ലാം വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിയുമ്പം ജാക്ലിൻ വന്നിട്ട് സാച്ചിനോട് പറയുന്നുണ്ട്, നീ എല്ലാം പേഴ്സണലി എടുക്കാതെ ജെഫ്രിയെ കഴിഞ്ഞ ദിവസം ശിക്ഷ കൊടുത്തത് ഏത്തയുടെ 100 പ്രാവശ്യം കൊടുത്തത് അവന് അത് കൂടുതലായിരുന്നു, അതൊന്നും അങ്ങനെയൊന്നും കൊടുക്കാതെ എല്ലാം പേഴ്സണലായിട്ട് എടുക്കാതെ എന്ന് പറയുന്നുണ്ട്. സാച്ചിനയുടെ വാൾ കാണാതെ പോകുന്നുണ്ട്. അത് ബോയ്സ് ടീമാണ് അടിച്ചു മാറ്റുന്നത്. സത്യം പറഞ്ഞാൽ സാച്ചിന ഇതിൽ രാജകുമാരി ആവേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഇതേപോലെ ഒരു കഴിവുകെട്ട രാജകുമാരി എന്ന് പറയുന്നത് സാച്ചിന തന്നെയാണ്. അതായത് സ്വന്തമായിട്ടുള്ള സാധനങ്ങൾ, അതായത് ചെങ്കോല്, വാള്, ആഭരണങ്ങൾ, ഇതൊന്നും സൂക്ഷിക്കാൻ കഴിയില്ല. ദളപതി എന്താണെങ്കിലും സൂക്ഷിക്കട്ടെ, അദ്ദേഹം സൂക്ഷിക്കട്ടെ, ഒന്നും ജോലി ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു മഹാറാജ്ഞിയായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വേറെ ഒരാളായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പം രാജഗുരുവിനോടും രാജമാതയോടും പറയുന്നുണ്ട്, വാന നിരീക്ഷണം നടത്തി 1 മണി, 3 മണി, 6 മണി, അതേപോലെ 9 മണി, ഇത്രയും സമയങ്ങൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതായത് സമയത്ത് വന്ന് പറയണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതവർ കൃത്യസമയത്ത് കാണുന്നുണ്ട്. പിന്നീട് വന്നിട്ട് നമ്മൾ ഗാർഡനിൽ ഒരു പല്ലക്ക് വന്നിട്ടുണ്ട്. ആ പല്ലക്കിൽ രാജാവിന് റാണിക്ക് സഞ്ചരിക്കാം എന്ന് പറയുന്നുണ്ട്. രാജാവ് ഇരിക്കുമ്പോൾ റാണി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിലും ഈ ഗേൾസ് വന്നിട്ട് ആദ്യം മുൻഗണന ആണുങ്ങൾക്ക് കൊടുത്തു. ആദ്യമേ ഓടി വന്ന് ഗേൾസ് വന്നിരിക്കേണ്ടതായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. പിന്നീട് അവരാണെങ്കിൽ ആ പല്ലക്ക് കൊടുക്കാനും താല്പര്യപ്പെടുന്നില്ല. കാരണം അത് ഇപ്പുറത്ത് വന്നല്ലോ, വീട്ടിനകത്ത് വന്നല്ലോ. അപ്പോൾ ടാസ്ക് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒക്കെ പറയുമ്പോൾ അവർ എപ്പോഴും പറയുന്നത് തൻ്റെ രാജാവിനെ പുകഴ്ത്തി പറയുക, തങ്ങളുടെ രാജ്ഞി അഴുക്കാണെന്നും ഒക്കെ പറയുക എന്നുള്ളതായിരുന്നു ടാസ്ക്കായിട്ട് കൊടുത്തിരുന്നത്. അത് അവർ ചെയ്യത്തുമില്ല. ഏറ്റവും അവസാനം സാച്ചിനെ പറയുന്നുണ്ട്, എനിക്ക് പല്ലക്ക് വേണ്ട എന്ന് പറയുമ്പോഴാണ് അവർ ആ നടുവ് ആ മരയിൽ കൊണ്ടുവന്ന് ആ പല്ലക്ക് വെക്കുന്നത് കേട്ടോ. അത് ചെയ്യുമ്പം അടുത്ത പടി സ്വന്തമാക്കാനുള്ള ടാസ്ക്കാണ്. അതായത് കുറച്ച് സാധനങ്ങൾ നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ ഉണ്ടാവും. അത് നമ്മൾ ഒരു 100 ഗ്രാം എന്ന് പറയുമ്പോൾ അതൊരു കണക്കെടുത്ത് നമ്മൾ പോയി തൂക്കി നോക്കണം. എന്നിട്ട് അത് ശരിയാവണം എന്നുള്ളതാണ് ടാസ്ക്. ആദ്യം തന്നെ ശരിയാക്കിയിട്ടുള്ള ഒരു ഏകദേശ കണക്ക് പ്രകാരം എല്ലാവരും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ഗേൾസിൻ്റെ ടീമുകാർ കുറച്ച് സാധനങ്ങളൊക്കെ ബോയ്സിൻ്റെ ടീമിൽ നിന്ന് അടിച്ചു മാറ്റുന്നത്. എന്നാൽ പോലും അത് റിട്ടേൺ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അത് ജാക്ലിനും ഒക്കെ വഴക്കുണ്ടാക്കിയിട്ട് തന്നെ അവർ തന്നെ വീണ്ടും വഴക്കുണ്ടാക്കി അവർ തന്നെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അടിച്ചു മാറ്റുക, രാജ്ഞി പോലും അടിച്ചു മാറ്റുന്ന എന്നൊരു ക്രമത്തിലാണ് വന്നിരുന്നത്. അത് കഴിയുമ്പം അടുത്ത പടി ഇവർ സ്വന്തമാക്കുകയാണ്. ബോയ്സാണ് ജയിച്ചതെന്ന് ലിവിങ് ഏരിയ വന്നിട്ട് ബിഗ് ബോസ് പറയുകയാണ്, ബോയ്സാണ് ജയിച്ചിട്ടുണ്ടെന്ന് ഏകദേശം കണക്ക് പ്രകാരം. പിന്നീട് വന്നിട്ട് രാജഗുരുവിനോടും രാജമാധവനെ ആ കണക്കിൽ മണിക്കണക്ക് നോക്കാൻ പറയുന്നുണ്ട്. അതിൽ 1 മണി എന്നുള്ളതിൽ ബോയ്സാണ് കൃത്യമായിട്ട് ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3 മണി എന്നത് ഗേൾസ് മറന്നു പോയിട്ടേ ഉണ്ടായിരുന്നു കേട്ടോ. അത് ബോയ്സാണ് ജയിച്ചിട്ടുണ്ട്. പിന്നെ 6 മണി കണക്കാണ്, അത് ഗേൾസ് ആണ് ജയിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നീട് 9 മണി കണക്കിലും ഗേൾസ് ആണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ടൈ ആയിട്ട് നിൽക്കുകയാണ്. ബോയ്സ് 2 ഗേൾസ് 2 അങ്ങനെ ടൈ ആയിട്ട് നിൽക്കണം. ഏറ്റവും അവസാനം ഇപ്പോൾ എന്താണ് സമയം എന്നുള്ളത് പോയി പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗേൾസ് വന്നിട്ട് 9:30 ബോയ്സ് വന്നിട്ട് 9:55 എന്നാണ് പറയുന്നത്. പക്ഷേ ബിഗ് ബോസ് പറയുന്നത് ഇപ്പോൾ സമയം 9:15. അപ്പോൾ ഗേൾസ് ആണ് ജയിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും ഒരു പടിയുടെ ടാസ്ക് ആയിരുന്നു. അത് ഗേൾസ് ആണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അവസാനം ഏറ്റവും കൂടുതൽ പടി നേടിയിരിക്കുന്നത് ബോയ്സ് ടീമാണ്. അവരാണ് ഈ വീക്കിലി ടാസ്ക് ജയിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഒരു കിരീടമുണ്ട്. ആ കിരീടവും പിന്നെ രാജാവിനെ പല്ലക്കിലേറ്റിക്കൊണ്ട് റാണവിനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നു. അത് കഴിയുമ്പോൾ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നു. എല്ലാവരും കേട്ടോ ടാസ്കിൻ്റെ കാര്യങ്ങളെല്ലാം മറന്ന് എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ഒറ്റുകാരൻ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റുകാരൻ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ബോയ്സ് പറയുന്നുണ്ട്. ഒറ്റുകാരൻ ആരാന്നറിഞ്ഞിട്ടും ഒറ്റുകാരനല്ല എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങളുടെ അഭിനയം എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് വന്നിട്ട് സ്പോൺസർ ടാസ്ക്കാണ്. ഓട്ടോമെർഗിൻ്റെ സ്പോൺസർ ടാസ്ക് ആയിരുന്നു. അത് 9 പേരാണ്. അതായത് ഒരു വാട്ടർ പൂൾ ഉണ്ട്, അതിനകത്ത് നമ്മൾ ബോട്ട് ഉണ്ടാക്കണം, പേപ്പർ ബോട്ട്. അത് ഫാൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് ടു എൻഡ് വരെ എത്തിക്കണം എന്നുള്ളതാണ് ടാസ്ക്. അതാണ് ബോയ്സാണ് ജയിച്ചിരിക്കുന്നത്. അവർക്ക് അതിൻ്റെ വകയുള്ള ഒരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ വീക്കിലി ടാസ്ക് നല്ല രീതിയിൽ തന്നെ ഇവർ ചെയ്തിട്ടില്ല എന്ന് വേണം എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഒരു സീരിയസ്നെസ് ഇല്ലായിരുന്നു.
അതേപോലെ കളിക്കേണ്ട രീതിയിലൊന്നുമല്ല കളിച്ചിരിക്കുന്ന, നല്ലൊരു റാണിയല്ല, നല്ലൊരു രാജാവല്ല സത്യം പറഞ്ഞാൽ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. വേറെ നല്ല പേരെ സെലക്ട് ചെയ്തെടുക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കുറേ നല്ല ടാസ്കുകൾ കൊടുത്തിട്ടും അതൊന്നും വിനിയോഗിച്ചില്ല. അതേപോലെ ഗേൾസ് എല്ലാം വിട്ടുകൊടുത്ത പോലെ എനിക്ക് തോന്നി. ഗേൾസിന് ഒത്തിരി അതായത് അവർ കുറേ കാര്യങ്ങളിൽ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച പോലെ എനിക്ക് തോന്നി. അവർക്കൊന്നും തന്നെ ഒരു ഫ്രീഡം കൊടുത്തിട്ടില്ല എന്ന പോലെ എനിക്ക് തോന്നിട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നാളെ എപ്പിസോഡിൽ പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.